നമസ്കാരം, ഇത് ഷാഫിയാണ്. എല്ലാവർക്കും പരിചയം ഉണ്ടാവും, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വന്നിരുന്നു. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് എനിക്ക് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട മലപ്പുറം ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടർ അതിന്ന് ഒരു ആയുധം അവർ സ്വന്തം വാങ്ങി. അതിൽ വളരെ ഒരു കൗതുകം തോന്നിയിട്ട് പുള്ളി അത് വാങ്ങി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ നാട്ടുകാരിൽ നിന്നും പല അങ്ങാടികളിൽ നിന്നൊക്കെ നല്ല നല്ല രീതിയിലുള്ള റെസ്പോൺസും സാധനങ്ങളൊക്കെ പലരും വാങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനതാ വളരെ കൗതുകത്തോടുകൂടെ പുതിയൊരു ഐഡിയ കണ്ടു. അതായത് ഞാൻ ഈ എടുത്തു പൊക്കി കൊണ്ടുവരുന്ന സാധനം എന്താ അറിയോ, സിമ്പിളായിട്ട് കൊണ്ടുവരുന്നത് കണ്ടു കഴിഞ്ഞാൽ വല്ല എയർഗണ്ണ് തോക്കാണെന്നൊക്കെ വിചാരിക്കും. ഇത് യഥാർത്ഥത്തിൽ ഒരു കട്ടിലാണ്. ശരിക്ക് ഏത് സൈസിലുള്ള കട്ടിലും ഈ ഒരൊറ്റ പിടുത്തത്തിൽ കൊണ്ടുപോയി നമുക്ക് റൂമിലേക്കോ മറ്റുള്ളിടത്തോ വണ്ടിയിലേക്കൊക്കെ വെക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ബൈക്കിൽ വരെ ഈ സംഭവം ഇങ്ങനെതാ ഒറ്റ കയ്യിൽ നമുക്ക് ബൈക്കിൽ ഇങ്ങനെ കൊണ്ടുപോകാവുന്ന ഒരു സൗകര്യത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഫ്രെയിംസ് ഉണ്ടല്ലോ ഇവിടെ, ഈ കട്ടിലിൻ്റെ ഫ്രെയിമുകൾ ആണ് ആക്ച്വലി ഇത്. അപ്പോൾ ഒരുപാട് ജനങ്ങളിലേക്ക്, അത് പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരുപാട് പൈസ കയ്യിലില്ലാത്ത ആളുകൾക്കും ഈ കട്ടിൽ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ എത്തിക്കുന്നത്. ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർക്ക് വലിയൊരു ഉപകാരം ആവട്ടെ എന്നും കൂടിയാണ് എൻ്റെ ഒരു ആശയം. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഈ ആശയത്തെ എത്തിക്കാൻ പോകുന്നത്, എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു, എങ്ങനെ കട്ടിലാക്കുന്നു എന്നുള്ളത് സുഹൃത്ത് കാണിച്ചു തരും. ഓക്കെ, ഹലോ, ഇതാ ഞാൻ എന്താ പറയുക, ഞാൻ നേരത്തെ കൊണ്ടുവന്നിരുന്ന എൻ്റെ തോളിൽ വെച്ച് കൊണ്ടുവന്നിരുന്നത് ആ കട്ടിലാണിത്. അതിൻ്റെ എല്ലാ പാർട്സുകളും ഇവിടെ നിരത്തി വെച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ഒറ്റ കയ്യിൽ എടുത്ത് കൊണ്ടുവന്നിരുന്ന ആ കുറച്ച് ഫ്രെയിമുകൾ ഒരു കട്ടിലായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്താ വെച്ചാൽ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കേണ്ടരിച്ചിട്ടാണ് ഞാൻ ഈ ഫുള്ള് ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാത്തത്. ജസ്റ്റ് ഒരാൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഒരു 5 മിനിറ്റിനുള്ളത് ഇത് കംപ്ലീറ്റ് ഫ്രെയിമും സെറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇനി വല്ല പ്ലൈവുഡോ ഇനി പലക, ഓരോ സൈസിലുള്ള പലകയൊക്കെ പുള്ളിൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. പറയുന്ന സൈസിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്യുക, ബെഡ് വെക്കുക, സുഖസുന്ദരമായിട്ട് ഏത് റൂമിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കട്ടിലിൻ്റെ ഫ്രെയിം എന്താണ്, കട്ടിലിൻ്റെ അടിയിൽ എന്താണെന്ന് നമ്മൾ കാണാറില്ല. നമ്മൾ ബെഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു സാധനം ഒന്നേ ഉള്ളൂ, നല്ല രീതിയിൽ ഇത് ഉറപ്പുണ്ടോ എന്നുള്ളത് നോക്കാൻ ഒരു സംശയമില്ല. നല്ല ബലം ഉള്ള സാധനമാണ്. നല്ല മറ്റേ ഇരുമ്പിൻ്റെ GI ഇതാണ് സംഭവം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് അധികം പേർക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്ന സ്റ്റുഡൻസിന്, അതേപോലെ തന്നെ ഏതെങ്കിലും സ്ഥലത്ത് ബാച്ചിലറായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, ഇനി ഫാമിലി ആയിട്ട് നിൽക്കുന്നവർക്ക് ഒക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഒന്നുകൂടെ സൗകര്യത്തിൽ എടുത്തു കൊണ്ടുപോകാൻ ഇങ്ങനത്തെ പലകകൾ ആ പ്ലൈവുഡിന് പകരം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് കട്ടിലായി. ഇപ്പോൾ ഒരു പലകൾ ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി എന്ത് കളറിലുള്ള പെയിൻറ്റ് പലകൾക്ക് കൊടുക്കാൻ നമ്മൾ തന്നെ വേണമെങ്കിൽ പെയിൻറ്റ് അടിച്ച് തരാം, എല്ലാ സൗകര്യങ്ങളും. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയൊരു പ്ലൈവുഡ് നമുക്ക് ഒരുമിച്ച് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനത്തെ പലകകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി പ്ലൈവുഡ് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതിയായിട്ടോ 3ആയിട്ടോ 4ആയിട്ടോ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാം. ഈ ഒരു കട്ടിലിൽ തന്നെ ഒരു കൊതുക് വല എങ്ങനെ സൗകര്യപ്പെടുത്തി വെക്കുക എന്നുള്ളതിനെ പറ്റി ഞാൻ കാണിക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം അത് എൻ്റെ കയ്യിലിതാ, ഞാൻ ഈ കട്ടിൽ കൊടുക്കുന്നതോ ഫിറ്റ് ചെയ്യുന്നതെന്ന് അറിയുന്ന ആളല്ല. എന്നിരുന്നാൽ പോലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ 4 ഫ്രെയിം കയ്യിലുണ്ടായാൽ മതി. നിങ്ങൾ
ജസ്റ്റ് ഇതാ ഇങ്ങനെ 4 ഫ്രെയിം ഇതാ ഇതിലേക്ക് അതിനുള്ള സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഇതിൽ ഓക്കെ. ഇനി ഇതിലേക്ക് എത്ര ഉള്ളൂ, ഈ 4 ഫ്രെയിമിലേക്ക് ജസ്റ്റ് കൊതുക് വല ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അണ്ട് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എത്ര ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചൂടും കാര്യമുള്ള സമയമാണ്, കൊതുക് ഇല്ലെങ്കിൽ ഇതാണ്ട് ഒഴിവാക്കിയാൽ മതി. ജസ്റ്റ് കട്ടിൽ മാത്രമാക്കി വെച്ചാൽ മതി. നിങ്ങൾ ഇതാ ഇങ്ങനെ അടി വരെ നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. കണ്ടില്ല നിങ്ങൾ, ഇത്രയും സൗകര്യത്തിലാണ്. അപ്പോൾ ചൂട് സമയമാണ്, കൊതുകും ഇല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഈ മൊത്തം ഫ്രെയിമിനെ ഇങ്ങനെ എടുത്താൽ മതി. നിങ്ങൾ വലണ്ട് മാറ്റിയൊക്കെ അത്ര മുടക്കുള്ളൂ. ഇതാ അതിലൂടെ നിങ്ങൾക്ക് സൗകര്യപ്പെട്ട കട്ടിൽ വീണ്ടും ആയി. ഇനി കൊതുക് വല വെക്കണമെങ്കിൽ ഞാൻ തന്നെ വെച്ചാലും മതി. അവസാനമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ഇത് എവിടെയാണ് സ്ഥലം, എന്താണ് കോണ്ടാക്ട് നമ്പർ, ആരെയാണ് ഇതിന് ബന്ധപ്പെടേണ്ടത്, ഇതൊക്കെ ആയിരുന്നു. ഓഫ് കോഴ്സ് ഇതിന് ബന്ധപ്പെടേണ്ട ആൾ തീർച്ചയായിട്ടും ജലാലുദ്ദീനാണ്. ജലാലുദ്ദീൻ എൻ്റെ ഫ്രണ്ടാണ്. അവരുടെ നമ്പർ ഞാൻ എന്തായാലും ഒന്ന് പറയാ, കൂടെ തന്നെ ഞാൻ അവരുടെ വിസിറ്റിംഗ് കാർഡാണ് ഈ കാണുന്നത്. അതായത് 7902609912. ഇതാണ് TKJ ഇൻഡസ്ട്രിയിലാണ്. ഇതാണ് പുള്ളിയുടെ നമ്പർ 7902609912. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കാം. കൂടെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണുള്ളത് അങ്ങോട്ട് സാധനം എത്തിച്ചു തരും. ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണം നിർബന്ധമില്ല. എന്നിരുന്നാൽ പോലും ഇത് കീഴ്ശ്ശേരിയിൽ നിന്ന് മുണ്ടിലാക്കൽ എന്ന് പറഞ്ഞ തവനൂർ മുണ്ടിലാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ലൊക്കേഷനും ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, താങ്ക് യു.